66-ാമതായി സത്യപ്രതിജ്ഞയ്ക്ക് വരേണ്ടത് എം നസീർ. ചടയമംഗലത്ത് നിന്നുള്ള UDF അംഗം എം നസീർ. അട്ടിമറി വിജയമാണ് എം നസീർ. ചടയമംഗലത്ത് ചിഞ്ചു റാണി സിറ്റിംഗ് MLA മന്ത്രി കൂടിയായിരുന്നു. ചിഞ്ചു റാണിയെ തോൽപ്പിച്ചാണ് എം നസീർ ആദ്യമായി നിയമസഭയിലേക്ക് എത്തുന്നത്. എം നസീർ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചൊല്ലുന്നു എം നസീറും നിയമസഭാംഗമായി മാറിയിരിക്കുന്നു. 66 പേർ ഇതോടെ സത്യപ്രതിജ്ഞ പൂർത്തിയാക്കി. 67-ാമതായി സത്യപ്രതിജ്ഞയ്ക്കെത്തുന്നത് PK നവാസ്. താനൂരിൽ നിന്നുള്ള ലീഗ് അംഗം PK നവാസ്. ഒരുപക്ഷെ നിയമസഭയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം കൂടിയായിരിക്കണം PK നവാസ് എന്ന് മനസ്സിലാക്കുകയാണ്. PK നവാസ് താനൂരിൽ നിന്ന് കന്നി അംഗത്തിൽ തന്നെ നിയമസഭയിലേക്ക് എത്തുന്നു. MSFന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് PK നവാസ്. 27,131 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് P മുഹമ്മദ് സമീറിനെ തോൽപ്പിച്ചാണ് PK നവാസ് ആദ്യമായി നിയമസഭയിലേക്ക് കടന്നു വരുന്നത്. പാന്റും ഷർട്ടും ധരിച്ചാണ് PK നവാസ് ആദ്യമായി നിയമസഭയിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ എത്തുന്നത്. PK നവാസ് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വാസ്യതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും എൻ്റെ സൃഷ്ടാവിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. സൃഷ്ടാവിൻ്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു PK നവാസ്. താനൂരിൽ നിന്നുള്ള മുസ്ലിം ലീഗിൻ്റെ UDFൻ്റെ അംഗം PK നവാസും